കൃഷ്ണകുമാറും സിന്ധു കൃഷ്ണയും അവരുടെ 4 മക്കളും സോഷ്യൽ മീഡിയ സ്റ്റാർസാണ്. അഭിനയത്തിലൂടെ കൃഷ്ണകുമാറും അഹാനയും നേടിയ ആരാധകരെ ഇവർ സോഷ്യൽ മീഡിയ വഴി എടുത്തിട്ടുണ്ട്. ഇൻസ്റ്റയിലും യൂട്യൂബിലും എല്ലാം ഇവർക്ക് പ്രേക്ഷകർ ഏറെയാണ്. ബിസിനസ്സിലേക്ക് കൂടി ചുവടുറപ്പിച്ച കൃഷ്ണകുമാറിൻ്റെ മകൾ ദിയ ഇപ്പോൾ അമ്മയാകാൻ ഒരുങ്ങുകയാണ്. വീട്ടിലേക്ക് എത്തുന്ന ആദ്യ പേരക്കുട്ടിയെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് കൃഷ്ണകുമാറും സിന്ധുവും. 4 പെൺമക്കളിൽ രണ്ടാമത്തെ കുട്ടിയാണ് ദിയ. ചേച്ചി അഹാന നിൽക്കുമ്പോഴായിരുന്നു ദിയയുടെ വിവാഹം നടക്കുന്നതും. തങ്ങളുടെ ജീവിത പങ്കാളികളെ നേടാനുള്ള സ്വാതന്ത്ര്യം ഒക്കെയും മക്കൾക്ക് മാതാപിതാക്കൾ എന്ന നിലയിൽ കൃഷ്ണകുമാറും സിന്ധുവും നൽകിയിട്ടുണ്ട്. പങ്കാളികളെ കണ്ടെത്താൻ മാത്രമല്ല, ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനും ഇവർക്ക് ഇഷ്ടമുള്ള പ്രൊഫഷൻ തിരഞ്ഞെടുക്കാനും ഒക്കെയും ഇവർ മക്കൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിട്ടുമുണ്ട്. ഒരിക്കൽ പോലും മക്കളുടെ ഇഷ്ടങ്ങൾക്ക് എതിരെ നിൽക്കുന്നത് കണ്ടിട്ടില്ല. നിങ്ങൾ സൂപ്പർ മാം ഡാഡ് എന്ന് തന്നെയാണ് മക്കൾക്കും പറയാനുള്ളത്. പറഞ്ഞു വരുന്നത് ദിയെപ്പോലെ തന്നെ ഇഷാനിയുടെ വിവാഹം ഉറപ്പിച്ചോ എന്നുള്ളതാണ്. രഹസ്യ വിവാഹം നടന്നു എന്നുള്ള ചോദ്യങ്ങളും ഉയർന്നു. അതിനു കാരണം മറ്റൊന്നുമല്ല, ചുമന്ന ഹാരം കഴുത്തിൽ അണിഞ്ഞു നിൽക്കുന്ന ഇഷാനിയും സുഹൃത്ത് അർജുൻ നായരുമാണ്. അടുത്ത സുഹൃത്തുക്കളാണ് ഇവർ എങ്കിലും പ്രണയത്തിലാണെന്ന് സൂചന ഇടയ്ക്കിടെ ഇവർ സോഷ്യൽ മീഡിയ വഴി നൽകുന്നുണ്ട്. ചെറുപ്പം മുതൽക്കേ അടുത്ത സുഹൃത്തുക്കളായിരുന്ന ഇവർ വിവാഹം കഴിച്ചോ എന്നായി പ്രേക്ഷകർ. എന്താണ് വൈറൽ വീഡിയോയുടെ യാഥാർത്ഥ്യം എന്ന് തേടിയപ്പോഴാണ് ദിയയുടെ 5ാം മാസത്തെ ചടങ്ങുകൾക്കിടയിൽ അശ്വിൻ്റെയും ദിയയുടെയും കഴുത്തിൽ കിടന്ന ചുമന്ന മാല ഇരുവരും അണിഞ്ഞതായി കാണുന്നത്. ചിത്രങ്ങൾക്ക് പോസ്റ്റ് ചെയ്യുന്ന ഇവരുടെ വീഡിയോ ആണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞതും. അല്ലാതെ അതൊരു ആചാരമോ ഇവരുടെ വിവാഹം നടന്നോ അല്ലെന്നാണ് ഫാൻസ് തന്നെ പരസ്പരം കമൻറ്റുകൾ പങ്കിടുന്നത്. ഇതുവരെയും പ്രണയം പരസ്യമായി പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിലും പിറന്നാൾ ദിനം പ്രത്യേകം ക്യാപ്ഷനുകൾ എഴുതിയൊക്കെ ഇരുവരും സോഷ്യൽ മീഡിയ താളുകളിൽ തങ്ങളുടെ ഇഷ്ടം കൈമാറാറുണ്ട്. അതേസമയം ദിയയുടെ വിവാഹത്തിന് പിന്നാലെ അഹാനയുടെ വിവാഹം ആയിരിക്കും എന്ന് സിന്ധു പറഞ്ഞെങ്കിലും അത് മിക്കവാറും ഇഷാനിയുടേത് ആകും എന്നാണ് ആരാധകർ പറയുന്നത്. കോളേജ് കാലം മുതലാണ് അർജുനുമായുള്ള ഇഷാനിയുടെ സൗഹൃദം ആരംഭിക്കുന്നത്. ദുബായിലും കേരളത്തിലും അർജുന് ഇന്റീരിയർ ഡിസൈൻ കമ്പനികൾ ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ.